മെക്സവൻ വിവാദത്തിൽ മലക്കം മറിഞ്ഞ് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ. മെക്സവൻ വ്യായാമ കൂട്ടായ്മയെ എതിർക്കേണ്ട കാര്യം CPIMനില്ല. മെക്സവനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് ചൂണ്ടിക്കാട്ടിയത്. നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ പൊതുജന ജാഗ്രത വേണമെന്നാണ് പറഞ്ഞതെന്നും പി മോഹനൻ പറഞ്ഞു. മെക്സവനെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, CPIM ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ വസ്തുതകൾ വഴിതിരിച്ചു വിടരുത്. മെക്സവൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ഒരു കരുതലെന്നുള്ള നിലയിൽ ആരംഭിച്ച ഒരു വ്യായാമ കൂട്ടായ്മയാണ്. അതിനെ എതിർക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ. എന്നാൽ ചൂണ്ടിക്കാണിച്ച കാര്യം അത് ഒരു പൊതുവേദിയാണ്. അതുപോലുള്ള പൊതുവേദികളിലും പൊതു ഇടങ്ങളിലും സമീപകാലത്ത് അപൂർവം ചിലയിടത്ത് ജമാഅത്തെ ഇസ്ലാമി, SDPI, സംഘപരിവാർ ഇതുപോലുള്ള മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും എല്ലാം നുഴഞ്ഞു കയറിയിട്ട് ഇതിനെ ഹൈജാക്ക് ചെയ്ത് അവരുടെ വർഗീയ മതരാഷ്ട്രവാദ പ്രചരണത്തിന് മറയായി ഉപയോഗിക്കാൻ ുള്ള അത്തരം പരിശ്രമങ്ങൾക്കെതിരായി പൊതുസമൂഹം ജാഗ്രത പുലർത്തണം. ഇതാണ് നമ്മുടെ പോയിന്റ്. അല്ലാതെ മെക്സവനെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലല്ലോ. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട്. അഭിജിത്ത്, ഈ വിവാദത്തിൽ അല്പം മയപ്പെടുന്നുണ്ടോ CPIM? എന്താണെന്ന് പി മോഹനൻ പറഞ്ഞത്? മെക്സവനെതിരായ വാർത്തകളെല്ലാം പൊതുജന മധ്യത്തിലേക്ക് എത്തുന്നത് തളിപ്പറമ്പിൽ പി മോഹനൻ നടത്തിയ ഒരു പ്രസംഗത്തിലൂടെയാണ്. പിന്നീട് കഴിഞ്ഞ ദിവസം 24-മായി സംസാരിക്കുമ്പോഴും ഇതേ നിലപാട് പി മോഹനൻ ആവർത്തിച്ചു. പക്ഷേ ഇന്നിപ്പോൾ തൻ്റെ മുൻ നിലപാടിൽ നിന്നെല്ലാം മലക്കമറിയുകയാണ് പി മോഹനൻ ചെയ്യുന്നത്. മെക്സവനെതിരെ അല്ല താൻ ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തത്. തൻ്റെ ആരോപണങ്ങൾ മെക്സവൻ എന്ന വ്യായാമ പരിശീലന കൂട്ടായ്മയ്ക്കെതിരെ അല്ല എന്നാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യക്തമാക്കുന്നത്. ഇത്തരം സംഘടനകളുടെ ഇടയിലേക്ക് ചില ശക്തികൾ നുഴഞ്ഞു കയറുന്നുണ്ട്. ആ ശക്തികൾക്കെതിരായ ജാഗ്രതാ നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് താൻ നൽകിയത്. അല്ലാതെ അതിൽ കവിഞ്ഞ് ഈ സംഘടനയ്ക്കെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പി മോഹനൻ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പി മോഹനന്റെ ഈ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതിന് പിന്നാലെ അതിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ ചില വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. കാരണം പ്രാദേശികമായി പലപ്പോഴും CPIMന്റെ നേതാക്കൾ തന്നെ, ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഈ മെക്സവന്റെ ഭാഗമായി ഇത്തരം വ്യായാമ പരിശീലനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. അതിനാൽ തന്നെ ഇത് തങ്ങൾക്കു തന്നെ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു വിലയിരുത്തൽ CPIMനകത്തുണ്ടായിരുന്നു. ഒപ്പം ഇന്ന് മുഹമ്മദ് റിയാസ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നു. കാരണം മെക്സവനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത് മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ളൊരു കാര്യം മെക്സവന്റെ സംഘാടകർ തന്നെ വെളിപ്പെടുത്തിയതാണ്. ഏതായാലും എല്ലാത്തിനും ഒടുവിൽ ഇന്ന് ഇതിൽ തന്റെ നിലപാടിൽ നിന്ന് മലക്കം മറിയുകയാണ് പി മോഹനൻ. താൻ ചില ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് നൽകിയത്. സംഘപരിവാർ, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകൾ ഇതിന്റെ ഭാഗമായി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണ് താൻ നൽകിയത് എന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ് പി മോഹനൻ. ശരി, അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട്ട് എന്ന വിവരങ്ങൾ നൽകുകയാണ്.